ഞാൻ ജിംനേഷ്യത്തിൽ ചേരാൻ വന്നത്. വെയിറ്റ് ചെയ്യൂ, ഞാൻ ഉസ്താദിനെ വിളിക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുതിയൊരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് വൈകി എന്നുള്ളത് അറിയാം, പക്ഷേ അത് സാങ്കേതിക കാരണങ്ങളാൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താ മനോട്ട് എന്താ നമ്മുടെ ഇന്നത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മള് ഇതിപ്പോ സത്യത്തിൽ കുറച്ച് വൈകിയാറുണ്ട്, ആൾക്കാർ ഇത് എങ്ങനെ എടുക്കും എന്നറിയില്ല. എങ്കിലും ഞങ്ങളൊരു കാര്യം പറയാം. അതെ, ഞങ്ങളുടെ കുറേ കാലങ്ങൾ ഞങ്ങൾ ജിമ്മിന് പോകണം കാരണം ഞങ്ങളുടെ ശരീരം ഒന്ന് ഫിറ്റ്നസ് ആവണം, കാര്യങ്ങളൊക്കെ നടപടിയാവണം എന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ തുടങ്ങാന്ന് പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല പൊതുവെ എല്ലാ മനുഷ്യർക്കും ഇതൊരു അനുഭവമുള്ള ആൾക്ക് സംഭവം തന്നെയാണ്. കാരണം നമ്മള് ഒരു പ്രത്യേക ഒരു ദിവസം നമുക്ക് തോന്നുന്നു നാളെ, അത് പ്രത്യേകിച്ച് ജനുവരി 1-ാം തീയതി എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ജിമ്മ് ഫുള്ളാ. ആ ഒറ്റ പൈസ കൊണ്ടാണ് പല ജിമ്മുകളും നടന്നു പോകുന്നുള്ള സത്യാവസ്ഥ. ഒറ്റ ഒരു ദിവസം അത്രയും ഇത് നമ്മളൊക്കെ പറ്റുന്ന അബദ്ധങ്ങളാണ്. നമ്മൾ പലപ്പോഴും പിന്നെ പല ജനുവരി ഞങ്ങൾ നീക്കാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത്രയും പൈസ നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റത്തെ മന്തിന്റെ പൈസ അതിനേക്കാൾ വലിയ പണിമാരായതുകൊണ്ട് ഞങ്ങൾ അന്നേ പോകാറില്ല. അപ്പൊ എന്നാലും നമ്മൾ അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് കാലം ഷട്ടിൽ കളിച്ചു. അതെ, അതും നല്ല പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സംഗതിയാണ്. ഞങ്ങൾ കുറച്ചു കാലം മഴയൊന്നും ഇല്ലാതെ ഈ കാറ്റൊന്നും അധികം ഇല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾക്ക് ഷട്ടിൽ കളിക്കാൻ പറ്റി. അന്ന് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്നും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഫിറ്റ് ആവാൻ തുടങ്ങി, ബോഡി ലിറ്ററലി ഫിറ്റ് ആവാൻ തുടങ്ങി. നമുക്ക് നല്ലൊരു എല്ലാം രാവിലെ നീക്കാൻ ഉന്മേഷം, ഉറക്കം എല്ലാം ഒരു സെറ്റായിട്ട് വന്നൊരു സംഗതിയായിരുന്നു ഞങ്ങളുടെ ഷട്ടിൽ കളിയുടെ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു പാടത്തിന്റെ പക്കത്ത് നമ്മുടെ തന്നെ ഒരു സ്ഥലത്താണ് കളിക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടി കഴിഞ്ഞാൽ കളിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അതുമല്ല, പിന്നെ അതിന്റെ പിന്നിൽ അതിന് മുമ്പ് തന്നെ മഴ പെയ്യണിക്കുമ്പോ തന്നെ ഏട്ടന്റെ ചില ഐറ്റംസ്, പിന്നെ ഏട്ടനെ പറ്റി അനിയനായ ആളാ ഞാൻ, ഒട്ടും മോശമല്ല. രണ്ടുപേരും മടി പിടിച്ചിട്ട് കുറെ കാലം ഒഴിവാക്കി. മഴയൊക്കെ പിന്നെ ഇതിന് വന്നൊരു കാരണം മാത്രം, ഇത് മൊത്തത്തിൽ ഉപേക്ഷിക്കാൻ മഴ ഒരു സഹായിച്ചത് മാത്രം. അതിനു മുമ്പ് തന്നെ ഫുള്ള് ടൈപ്പായിരുന്നു. അപ്പൊ എന്തായാലും പിന്നെ ഇടി മിന്നിയാൽ നിർത്തൽ അല്ലേ, കാറ്റടിച്ചാൽ നിർത്തൽ കളി തുടങ്ങിയാലേ ആ മടിയിലേക്ക് ഇങ്ങനെ വരല് തുടങ്ങി. അതുപോലെ നമുക്ക് എല്ലാ വിഷയത്തിലും നമുക്ക് പൊതുവെ മടി കാര്യങ്ങൾ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതിജ്ഞകളും ഇപ്പൊ വലി നിർത്തുക, കുടി നിർത്തുക, വെള്ളത്തിൽ വരച്ച വര, അതെ, അതൊക്കെ ഇഷ്ടം പോലെ പേര് പലരും തലയിൽ സത്യം ചെയ്ത ആൾക്കാര് പിന്നീട് മാറാൻ സൗകര്യം പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ അച്ഛനോട് പറയണം. പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നില്ല, സൗകര്യം പോലെ പ്രാർത്ഥിച്ചാൽ കഷ്ടപ്പെട്ട് കുടിക്കേണ്ട വന്നിട്ടുള്ള അവസ്ഥകൾ. അതങ്ങനെ കുറെ എല്ലാവർക്കും ആൾക്കാർക്കൊക്കെ ഒരുവിധം ഉള്ളതാണ്. ഇപ്പോ മറ്റേ എനിക്കിത് പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന, ഈ ജിമ്മിൽ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാകുന്ന കുറെ മണ്ടത്തരങ്ങളുണ്ട്. നമ്മുടെ കസിൻസിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവർക്കും പ്ലാനിങ് അത് ഒരു ഭാഗത്ത്, അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പലരും ഭയങ്കര രസമാണ്. മറ്റേ നമ്മുടെ പേര് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മുടെ കസിൻ, അപ്പം ഞാനും മൂപ്പര് പോയി ജിമ്മിൽ പോകാൻ തുടങ്ങി. അപ്പൊ മൂപ്പരും അത്യാവശ്യം മെലിഞ്ഞിട്ടുള്ള ഒരാളാ. അപ്പൊ മൂപ്പർക്ക് മസിൽ പെട്ടെന്ന് ഗെയിൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ഇട്ട് അടിക്കാൻ പറഞ്ഞു, ട്രെയിനർ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഇതിന്റെ ഒരു മെത്തേഡ്. അപ്പോ ഇത് മൂപ്പര് വെയിറ്റ് ഇടാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കൂടിയും കൂട്ടിയപ്പോ ഞങ്ങളൊരു വെയിറ്റ് എടുത്തിട്ട് ബാറിലിട്ടിട്ട് ഒരു അടിയല്ല, രണ്ടാൾക്കൂടി പൊക്കണത്. എന്നിട്ട് ഞാൻ ഇത് മൂപ്പർക്ക് താങ്ങി അങ്ങനെ കൊടുക്കുക. അത് അല്ലാണ്ട് മൂപ്പര് ഒരെണ്ണം മൂപ്പര് സ്വന്തമായിട്ട് അടിച്ചിട്ടല്ല, മൂപ്പര് സപ്പോർട്ട് ഫുള്ള് സപ്പോർട്ടിലാണ് പോകണത്, താഴ്ത്തണതും വെക്കണതും എല്ലാം. എന്നിട്ട് പോയിട്ട് മൊത്തം മൂപ്പര് ഇന്ന് എന്തെങ്കിലും കേറിയിട്ട് ഇന്നിപ്പോ 2 ബിരിയാണിയും കഴിക്കണം പോവാ. ഇങ്ങനെ അതായത് സത്യത്തിൽ നമ്മള് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ആ പോയിന്റിലേക്ക് എത്തില്ല. നമ്മൾ എന്തിനാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജിമ്മിന് പോകണം, റെഗുലറായിട്ട് നമ്മുടെ ഹെൽത്ത് ഫിറ്റ്നസ് വേണം എന്ന് നമ്മൾ സ്വയം എത്ര ചിന്തിച്ചാലും നമ്മളിലേക്ക് എത്തിപ്പെടാനേ പറ്റില്ല. നമ്മൾ ഏതൊക്കെ ദുശക്തികൾ വന്ന് വലിച്ച് നമ്മളെ അഗാധ കൊക്കയിലേക്ക് തള്ളിയിടും. സത്യത്തിൽ അതാ നടക്കുന്നത്. നമ്മൾ വിചാരിച്ചിട്ടല്ലേ സത്യത്തില് ശ്രദ്ധിച്ചിട്ടുണ്ട് വേണ്ട. പല ആൾക്കാർക്കും ഇതൊരു കുട്ടിക്കാലം മുതൽ അതിനോട് താല്പര്യമുള്ള കുറെ ആൾക്കാരുണ്ട്. അവരിത് കറക്റ്റായിട്ട് കൊണ്ടുപോകും. എന്ത് വന്നാലും ശരി, തലേദിവസം കള്ളു കുടിച്ചാലും എന്ത് ചെയ്താലും അവര് പിറ്റേ ദിവസം രാവിലെ നീച്ച് ജിമ്മിൽ പോവും. അവരവരുടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ ഏട്ടന്മാര് കുറെ പേരുണ്ട് അങ്ങനെ
അനിയന്മാരിലും കുറെ പേരുണ്ട്. അപ്പൊ അവര് ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് ഇതിനെ ശ്രദ്ധിക്കുന്ന, മടിയില്ലാത്ത, ഇത്തരം കാര്യങ്ങളിൽ മടിയില്ലാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ശരിക്കും ഇത്. നമ്മളൊന്നും അതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് സത്യാവസ്ഥ. ഇപ്പൊ എന്ത് പറഞ്ഞ കാര്യമില്ല. പക്ഷെ ഒന്ന് ഞങ്ങൾക്ക് പറയാണ്ട് നമ്മുടെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് തോന്നുകയാണ്. നാടൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ നമ്മൾ നമ്മുടെ വീടിൻ്റെ തന്നെ അടുത്തുള്ള പല സ്ഥലങ്ങളിലും കണ്ടു അറ്റാക്കായി വളരെ ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ ഇങ്ങനത്തെ വരാതിരിക്കാൻ നമ്മൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവണം. കോൺഷ്യസ് ആവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളെന്താ അറിയോ, നമ്മൾ വെറുതെ ചുമ്മാ തള്ളി പറയലല്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ വീട്ടിലെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന പുഷപ്പുകളോ പുള്ളപ്പുകളോ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ വീട്ടിൽ നമ്മൾ ചെയ്തേ പറ്റും. നമ്മൾ പണ്ടത്തെ പോലെ ആൾക്കാരെ പോലെ ആൾക്കാരല്ല. കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അമ്മമാരെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എന്താ പറയുക വെച്ചാൽ അവർ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ അടുക്കളയ്ക്ക് കുറെ തവണ നടക്കുന്നുണ്ട്. അതിനൊക്കെ ചെറിയൊരു ഗുണം കിട്ടുന്നല്ലാണ്ട് അതൊരു യഥാർത്ഥ ഒരു സംഗതിയല്ല. നമ്മൾ നടക്കുക, അതുപോലെ നീന്തല്, സൈക്ലിങ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് എക്സസൈസുകൾ ചെയ്താൽ നമുക്ക് ഇതല്ല. നമ്മളെപ്പോഴും എങ്ങനെ നോക്കിയാലും നമ്മൾ ആ അതിലേക്ക് എത്തില്ല. നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ചിട്ട കിട്ടില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ മാക്സിമം പറ്റാവുന്ന ആളുകള് ജിമ്മിൽ പോകണം നമ്മൾ പറയുന്നില്ല, നോർമലി നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ഫിറ്റ്നസ്സുകൾ ചെയ്തിട്ട് കാർഡിയാക്കായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നമ്മുടെ മസിലുകൾക്ക് കുറച്ചെങ്കിലും വളരെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ പളുപെടുത്തതും പിന്നെ കൊളസ്ട്രോൾ ലെവലിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇയാൾക്ക് എന്തുകൊണ്ട് അസുഖം, ആ ലെവലിലേക്ക് നമ്മൾ സ്വയം ആവാതിരിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രയത്നിക്കുക. കാരണം ഓഫല്ലേ, സാധനം ഓഫല്ലേ രാജി. നമ്മൾ ഈ നാട്ടുകാർക്ക് മുഴുവൻ ഉപദേശം കൊടുത്തത് നമുക്ക് എന്നാ പോകുക പറയുന്നത്. തിങ്കളാഴ്ച മുതൽ പോക്ക് തുടങ്ങിയാലോ? തിങ്കളാഴ്ച പോവാ. ഈ മാസം 22 അല്ലേ, അടുത്ത മാസം 1-ാം തീയതി പോവല്ലേ നല്ല കുറച്ചും കൂടി. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അതെ, അതാണ്.